നമസ്കാരം. ജിൻഡോ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതായത് ജാസ്മിൻ്റെ അടിവസ്ത്രം, അടിവസ്ത്രം എന്ന് വേണമെങ്കിൽ തുറന്നു പറയാം. ഈ ഒരു സംഭവം വീടുകളിൽ സേഫായിട്ടാണ് സൂക്ഷിക്കാറ്. ഇതതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഭക്ഷണം കഴിക്കുന്ന പൊതുവായിട്ട് മറ്റുള്ളവർ കാണുന്ന ഭാഗത്ത് കൊണ്ടുപോയി ഇട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇത് ജിൻഡോ ചോദ്യം ചെയ്തത് ജാസ്മിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, ജിൻഡോവിനെ ജാസ്മിൻ ഗബ്രിയും കൂടി ഒരുമിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം മോശമായ ഒരു കാര്യമാണ്. സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് എന്താണോ അതുപോലെയാണ് ഈ ബിഗ് ബോസ് ഹൗസിലും ജാസ്മിൻ ചെയ്തിരിക്കുന്നത്. അടിവസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സേഫായിട്ട് സൂക്ഷിക്കേണ്ട വേറെ പ്ലേസ് ഉണ്ട് ബിഗ് ബോസ് ഹൗസിൽ തന്നെ. അവിടെയാണ് ഇതൊക്കെ വയ്ക്കേണ്ടത്. അല്ലാതെ പൊതുവായിട്ട് മറ്റുള്ളവർ വന്നിരിക്കുന്ന സ്ഥലത്തും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും അല്ല. തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ഭാഗത്താണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ജിൻഡോനെ അടിച്ച് പുറത്താക്കാനുള്ള പല കളികളും ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയും കൂടി ചേർന്ന് ചെയ്യുന്നുണ്ട്. അതൊന്നും പക്ഷേ ഏക്കില്ല. തീർച്ചയായിട്ടും ജിൻഡോ തന്നെ കപ്പടിക്കും. എന്തോരം കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ജിൻഡോന് തന്നെയുള്ളതാണ് ഈ കപ്പ്. ശരിക്കും പറഞ്ഞാൽ വൻ പ്രമോക്കിംഗ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിന് ഫസ്റ്റ് അടിക്കണം, ഗബ്രിയെ ഔട്ടാക്കണം. പക്ഷേ ഈ കാര്യം നടക്കില്ല മോളെ. അത് ജിൻഡോ തന്നെ കപ്പടിക്കുള്ളൂ. ഇപ്പോൾ ജാസ്മിൻ്റെ ഒപ്പം ഗബ്രി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗബ്രിയും ജാസ്മിനുമായിട്ടാണ് ഈ ജിൻഡോനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പല പല മൂർഖമായ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഈ കുറച്ച് ദിവസങ്ങളിൽ. അപ്പോൾ എന്തായാലും ജിൻഡോ തോക്കാൻ തയ്യാറല്ല. ജിൻഡോ അങ്ങനെ മാന്യത കുറച്ച് ഗെയിം കളിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ ആൾ ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്, ഔട്ടാവില്ല. തീർച്ചയായിട്ടും ജാസ്മിനല്ല, ജിൻഡോ കപ്പടിച്ചിരിക്കും.